പോലീസ് ഏമാന്മാരോട് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് എന്റെ പേരുള്ള ഒരുത്തന്റെ ചില പോക്രിത്തരങ്ങൾ ഇന്നലെ വിഷ്വലിൽ കാണാൻ സാധിച്ചു. ഇവിടുത്തെ SHO ആയിരുന്ന ഒരുത്തൻ രാഹുൽ മാങ്കുട്ടത്തിന്റെ കോളറിൽ പിടിച്ചു തള്ളുന്നു, കഴുത്തിന് വളഞ്ഞിട്ട് പിടിക്കുന്നു. അയാളോട് ഒരു കാര്യം, മീഡിയയാണ്, ലൈവ് ഉണ്ട്, നിന്റെ തമ്പ്രാക്കൽ ക്ലിഫ് ഹൌസിൽ ഇരുന്ന് കണ്ടത് തൃപ്തിപ്പെടുന്നുമെന്ന് വിചാരിച്ചുള്ള നാടകമാണെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നെഞ്ചത്തേക്ക് വേണ്ട. കൈവെട്ടും കാലുവെട്ടും എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങളുടെ രീതിയല്ല. പക്ഷെ നീ മര്യാദക്ക് ശമ്പളം വാങ്ങില്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പിണറായി വിജയന്റെ തൃപ്തിയാണ് നിനക്ക് ആവശ്യമെങ്കിൽ, പിണറായി വിജയൻ അടിമപ്പണിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടുത്തെ പേരക്കുട്ടിക്ക് പാലും ബിസ്ക്കറ്റും വാങ്ങിയാൽ മതി. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നെഞ്ചത്ത് കയറിയിട്ട് ആരുടെയെങ്കിലും തൃപ്തി വാങ്ങിപ്പിടിച്ച് അധികാരത്തിന്റെ മുകളിലിരിക്കുന്ന ആളുകളുടെ തൃപ്തി വാങ്ങി എവിടെയെങ്കിലും ഒക്കെ അള്ളിപ്പിടിച്ചിരിക്കാമെന്നുള്ള വ്യാമോഹമുണ്ടെങ്കിൽ ഒരു കാര്യം പറയുന്നു, ഇപ്പൊ ക്ലിഫ് ഹൌസിലുള്ളവന്മാർ നാളെ കന്റോൺമെന്റിലേക്ക് പോകുന്ന ഒരു കാലം വരും. അത് മറക്കണ്ട എന്ന് ഷാഫി ഉൾപ്പെടെയുള്ള മുഴുവൻ പോലീസുകാരോടും, പോലീസിന്റെ പണിയെടുക്കുന്നവരോട് ഞങ്ങൾക്ക് പരാതിയില്ല, പക്ഷെ CPMന്റെ അടിമപ്പണിയെടുക്കുന്നവരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 5:30 മണിക്ക് വീട് വളയുക, പോലീസിനോട് കൊട്ടാരക്കര പോവാൻ പറയുക, അവിടുന്ന് അടൂര് ചെല്ലാൻ പറയുക, അറസ്റ്റിന്റെ ഡീറ്റെയിൽ കൊടുക്കാതിരിക്കുക, എന്നിട്ട് 5:30 മണിക്ക് വീട് വളഞ്ഞിട്ട് അവിടെ ബെല്ലടിക്കുന്നതിന് പകരം വീടിന് ചുറ്റും നിന്നിട്ട് വാതിലും ജനലിലും കൊട്ടുക, എന്നിട്ട് പ്രായമായ അമ്മ വന്നപ്പോ വീടിനകത്തേക്ക് എരച്ചു കയറുക, എന്നിട്ട് ബെഡ്റൂമിന്റെ വാതിൽ കൊട്ടുക. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കടന്നുറങ്ങുന്ന ബെഡ്റൂമിന്റെ വാതിൽ കൊട്ടി പുറത്തു കൊണ്ടുവരാൻ അയാളെന്താ തീവ്രവാദിയാണോ? അയാളെന്താ കൊലക്കേസിലെ പ്രതിയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞങ്ങൾ ആരും അറസ്റ്റിനെ ഭയപ്പെടുന്നവരല്ല, ഒരു തെറ്റിദ്ധാരണയും വേണ്ട. രാഹുൽ 4ാം പ്രതിയാണെങ്കിൽ കേസിലെ 2ാം പ്രതിയാണ് പിണറായി വിജയന്റെ ഓഫീസിന്റെ മൂക്കിന്റെ തുമ്പത്ത് നിന്ന് സംസാരിക്കുന്നത്. അറസ്റ്റ് ചെയ്യാൻ, അറസ്റ്റ് ഭരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. നിങ്ങളുടെ ഒരു ആനുകൂല്യവും വേണ്ട, നിങ്ങളുടെ ഒരു ഇളവുകളും വേണ്ട. നിങ്ങളുടെ പ്രോസിക്യൂട്ടർ ഇന്നലെ കോടതിയിൽ നിന്ന് പുറത്തു വാങ്ങി ഒരു രാഷ്ട്രീയ പത്രസമ്മേളനം നടത്തിയത് കണ്ടു. അപ്പൊ ചോദിച്ചപ്പോ ഞങ്ങളെ പറ്റി പറഞ്ഞു, ഞങ്ങളാരും അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടില്ല. പിന്നെന്തിനാ നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ 1ാം പ്രതിയാക്കിയത്? പിന്നെന്തിനാ നിങ്ങൾ എന്നെ 2ാം പ്രതിയാക്കിയത്? പിന്നെന്തിനാ നിങ്ങൾ M വിൻസെന്റിനെ 3ാം പ്രതിയാക്കിയത്? എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടില്ലെങ്കിൽ ഞങ്ങളെ എന്തിനു നിങ്ങൾ പ്രതി ചേർത്തു?